നമസ്കാരം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. നിരവധി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. അമ്മുവിന്റെ പിതാവ് കോളേജ് അധികൃതർക്കെതിരെ നൽകിയെന്ന് പറയപ്പെടുന്ന പരാതിയുടെ പകർപ്പ് പുറത്തു വന്നതോടെ കേസിൽ നിർണായക വഴിത്തിരിവുകൾ കൂടി പുറത്തു വരികയാണ്. ഒക്ടോബറിലാണ് അമ്മുവിന്റെ പിതാവ് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയത്. അമ്മുവിന്റെ കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ തന്നെയാണ് അന്നും പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ അതീവ ഗുരുതര ആരോപണങ്ങളാണ് പിതാവ് ഉന്നയിച്ചത്. ഇമെയിൽ വഴിയാണ് അമ്മുവിന്റെ പിതാവ് സജീവ് കോളേജിലേക്ക് പരാതി അയച്ചത്. എന്നാൽ കോളേജ് അധികൃതർ വേണ്ടത്ര മുൻകരുതൽ സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഹോസ്റ്റൽ ലീഡർ അഞ്ജന ഉൾപ്പെടെ നിരന്തരം അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയിൽ പിതാവ് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ പീഡനം സഹിക്കാതെ അമ്മ മറ്റൊരു മുറിയിലേക്ക് മാറിയിട്ടും ഇവർ അമ്മുവിനെ വെറുതെ വിട്ടില്ല. റൂമിലെത്തി അമ്മുവിനെ ചീത്ത പറയുന്നതും ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും പതിവാണ്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തന്റെ മകളുടെ ജീവന് ഭീഷണിയാണെന്നും സജീവ് ഈ പരാതിയിൽ അന്നേ സൂചിപ്പിച്ചിരുന്നു. അമ്മുവിന്റെ പിതാവ് ഒക്ടോബർ മാസം നൽകിയ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹപാഠികളായ അഞ്ജന മധു, അലീന ദിലീപ്, AT അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. 3 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളായ 3 പേരുടെയും വിശദീകരണ കുറിപ്പടക്കം കേസെടുക്കുന്നതിലും അറസ്റ്റ് നടപടികളിലും നിർണായകമായി. അറസ്റ്റിലായ പ്രതികളെ രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി. ഇവരെ കോടതിയിൽ ഹാജരാക്കും. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി AT അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയതെന്നാണ് കുടുംബം മൊഴി നൽകിയിരുന്നത്. അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പിതാവിന്റെ മൊഴി. കോളേജിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ മൂവർക്കെതിരായ കണ്ടെത്തലുകൾ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പെൺകുട്ടികൾ കോളേജിൽ നൽകിയ വിശദീകരണ കുറിപ്പ്, ആത്മഹത്യാ കുറിപ്പിന് സമാനമായി അമ്മുവിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ക്വിറ്റ് എന്നെഴുതിയ കുറിപ്പ്, അമ്മുവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൽ നിർണായകമായത്. ഇന്നലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവ് അമ്മുവിന്റെ ചികിത്സാ കാര്യത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനം ആവർത്തിച്ചു. ആശുപത്രിയിലെത്തിയ സമയം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും സഹോദരൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന ആരോ ബോധപൂർവം പറഞ്ഞതാണ് ഇക്കാര്യം. അമ്മുവിന്റെ പുസ്തകത്തിൽ ഐ ക്വിറ്റ് എന്നെഴുതിയ കൈയക്ഷരം സഹോദരിയുടേതല്ലെന്നും അഖിൽ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ അമ്മുവിന്റെ പുസ്തകവുമായാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. കൈയക്ഷരത്തിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും ഫോൺ ലോക്ക് ചെയ്യുന്ന അമ്മുവിന്റെ ഫോൺ പോലീസിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തുറന്ന നിലയിലായിരുന്നു. അതിലെ ചില കോണ്ടാക്ട് നമ്പറുകൾ ഡിലീറ്റ് ചെയ്തതായി സംശയമുണ്ടെന്നും അഖിൽ പറഞ്ഞു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നും സഹപാഠികളായ ബാക്കി 6 പേരിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിക്കണമെന്നും അമ്മുവിന്റെ അച്ഛൻ സജീവ് പറഞ്ഞു. എന്തൊക്കെയോ തിരിമറികൾ നടന്നതായി സംശയമുണ്ട്. അപകടത്തിനു ശേഷം സംഭവിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകും. ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഗതികേട് ഉണ്ടാകരുത്. കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 4 അധ്യാപകർ ഇന്നലെ എത്തിയിരുന്നു. ഞങ്ങൾ അമ്മുവിനോടൊപ്പം എന്ന് പറഞ്ഞാണ് അവർ മടങ്ങിയതെന്ന് കുടുംബം പറഞ്ഞു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചത്. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവ് ആരോപിച്ചാണ് സംഭവത്തിൽ കുടുംബം രംഗത്ത് വന്നത്. സഹപാഠികളായ വിദ്യാർത്ഥിനികളും അമ്മു സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പരാതി നൽകിയിട്ടും ഇടപെടാനോ പരിഹരിക്കാനോ കോളേജ് അധികൃതർ ശ്രമിച്ചില്ലെന്ന് കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ച 6 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്നും കുടുംബം ആരോപിച്ചു. നന്ദി.